നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അറിവോടെയാണ് നടത്തിയതെന്ന് മുൻ ധനകാര്യമന്ത്രി കൂടിയായിരുന്ന ഡോക്ടർ ടി.എം. തോമസ് ഐസക് പറഞ്ഞു. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലം 1.5 മാസത്തെ UDF ഭരണത്തിൽ നടക്കുന്നത് അനധികൃത ഇടപാടുകൾ മാത്രമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു MV ജയരാജൻ. മിഷൻ 30 ബിസിനസ് മീറ്റുമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ പൽമേര ഗ്രാൻഡ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന മെഗാ ക്ലീനിംഗ് ഡ്രൈവിന് സമാപനമായി. ആലപ്പുഴ ബീച്ചിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങളോടെയാണ് കഴിഞ്ഞ 10 ദിവസമായി നടത്തിവന്നിരുന്ന ക്ലീനിംഗ് ഡ്രൈവിന് സമാപനം കുറിച്ചത്. ജില്ലാ കളക്ടർ ഷാജി വി നായർ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം തുറമുഖം ഓഹരി കൈമാറ്റം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അറിവോടെയാണ് നടത്തിയതെന്ന് മുൻ ധനകാര്യമന്ത്രി കൂടിയായിരുന്ന ഡോക്ടർ ടി.എം. തോമസ് ഐസക് പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന വഴി കേരളത്തിന് എന്ത് ഗുണമാണ് ഉള്ളതെന്നും ഈ ഇടപാട് അറിയാമായിരുന്നോ എന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് ആവശ്യപ്പെട്ടു. ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് സർക്കാരിന് ഔദ്യോഗിക അറിവില്ലെന്ന വാദം ശരിയല്ല. മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച അനൗപചാരികമായി അറിയാമായിരുന്നു. മംഗളൂരുവിലേക്ക് നടത്തിയ ചാർട്ടേഡ് വിമാനയാത്രയിൽ ചർച്ച ചെയ്ത ഒരു പ്രധാന കാര്യം ഇതായിരുന്നു എന്നും ഐസക് ആരോപിച്ചു. വിഴിഞ്ഞം പദ്ധതിക്കായി അദാനി ഗ്രൂപ്പ് മുടക്കിയത് വെറും 2500 കോടി രൂപയാണ്. ഇപ്പോൾ 49% ഓഹരികൾ 13,000 കോടി രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ കരാർ പ്രകാരം 30 വർഷത്തേക്ക് ലാഭവിഹിതത്തിൽ കേരളത്തിന് അവകാശമില്ല. ഇതേ കടൽക്കൊള്ള മറ്റു തുറമുഖങ്ങളിലേക്കും കടൽ ഖനനത്തിലേക്കും വ്യാപിപ്പിക്കാനുള്ള ആസൂത്രിത പദ്ധതിയാണ് മിഷൻ സമുദ്ര. സർക്കാർ ഇടനില നിന്ന് പദ്ധതികളുടെ നിർമ്മാണവും നടത്തിപ്പും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുനൽകുകയാണെന്നും ഡോക്ടർ തോമസ് ഐസക് ആരോപിച്ചു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് വെളിപ്പെടുത്തണം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേരള സർക്കാർ അറിയിച്ചിട്ടില്ല. പോരാ, അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ മൗനാനുഭവത്തോടെയാണ് നടന്നിട്ടുള്ളത്. അറിയിച്ചിട്ടുണ്ടെന്ന് കമ്പനി വക്താക്കൾ പറയുന്നു. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് ആശയ വ്യക്തത വരുത്തേണ്ടതല്ലേ? രണ്ടാമത്തെ വരുന്നത്, ഇതുകൊണ്ട് എന്താണ് കുഴപ്പം? ഇനി ഓഹരി എടുത്തു, അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഒന്ന്, ഓഹരി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താവ് തന്നെയാണ് ഈ തുറമുഖത്തെ നിയന്ത്രിക്കുന്നത്. ഇത് മറ്റ് ഷിപ്പിംഗ് കമ്പനിയുടെ താല്പര്യത്തെ ഹനിക്കുന്ന രീതിയിലായിരിക്കുമോ? അതല്ലെങ്കിൽ കേവലം 1.5 മാസത്തെ UDF ഭരണത്തിൽ നടക്കുന്നത് അനധികൃത ഇടപാടുകൾ മാത്രമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു MV ജയരാജൻ. 1.5 മാസത്തെ UDF ഭരണത്തിൽ നടക്കുന്നത് ഡീലുകളാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ അഭിപ്രായപ്പെട്ടു. ഈ ഡീലുകൾ ഉത്തരേന്ത്യയെ പോലെ കോൺഗ്രസ് MLA-മാരെയും നേതാക്കളെയും BJP-യിൽ എത്തിക്കുമോ എന്നാണ് ജനങ്ങളുടെ ആശങ്കയെന്നും ജയരാജൻ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് ബക്കാഡിയയുമായുള്ള ഡീലാണ്. വിഴിഞ്ഞത്തെ ഓഹരി വിൽപ്പന അദാനിയുമായുണ്ടാക്കിയ പ്രധാനപ്പെട്ട ഡീലാണ്. LDF-ന്റെ പല വികസന പദ്ധതികളും നിർത്തലാക്കിയ UDF സർക്കാർ ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കില്ലെന്ന് പറയുന്നത് BJP-യുമായുള്ള ഡീൽ നടപ്പാക്കാനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സംഘപരിവാറിന്റെ ദാസനായ N ശേഷാദ്രിനാഥിനെ നിയമിച്ചതിനെതിരെ KPCC ജനറൽ സെക്രട്ടറിയാണ് രംഗത്ത് വന്നത്. LDF സർക്കാരിന്റെ കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിന് അനുമതി നൽകാതെ തടഞ്ഞുവെച്ച ഗവർണർ ഇപ്പോൾ അതിവേഗം അനുമതി നൽകിയത് അദ്ദേഹത്തിന് കൂടി സ്വീകാര്യനായ വ്യക്തിയായതുകൊണ്ടാണെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. 1.5 മാസത്തെ UDF ഭരണം ഡീലുകളുടെ ഭരണമാണ്.
നയങ്ങളും നിലപാടുകളുമാണ് UDF BJP ഡീലുകളായി പുറത്തു വന്നതെങ്കിൽ മദ്യം നികുതി കുറച്ചും ഖജനാവിന് നഷ്ടമുണ്ടാക്കിയും നിയമം പാസാക്കിയത് ബക്കാഡിയുമായിട്ടുള്ള ഡീലാണ്. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന അദാനിയുമായി ഉണ്ടാക്കിയ ഡീലുമാണ്. ആദ്യത്തേത് രാഷ്ട്രീയ ഡീലാണെങ്കിൽ രണ്ടാമത്തേത് പണത്തിൻ്റെ ഡീലാണ്. ഇത് രണ്ടിനും നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് MLA ആയ ഘട്ടത്തിൽ ശ്രീ VD സതീശൻ RSSന്റെ സ്ഥാപക നേതാവിന്റെ മിഷൻ 30 ബിസിനസ് മീറ്റുമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ പൽമേര ഗ്രാൻഡ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിഷൻ 30 ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം പൽമേര ഗ്രാൻഡ് ഹാളിൽ സംഘടിപ്പിച്ച ബിസിനസ് മീറ്റ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. COA എന്ന് പറയുന്ന സംഘടന കാലാകാലങ്ങളിലായി വ്യത്യസ്തമായ കമ്പനികൾ കൂടി ഈ വ്യവസായത്തിന്റെ നിലനിൽപ്പിനും വ്യവസായത്തിന്റെ ഭാവിയും അതിന്റെ ദീർഘവീക്ഷണ കാഴ്ചപ്പാടോടുകൂടി വ്യത്യസ്തമായ ബിസിനസ് ആശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് അത് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്തുകൊണ്ടാണ് നമുക്കത് സ്വീകരിക്കാൻ കഴിയാത്തത്? മറ്റൊരു വ്യവസായങ്ങളും എനിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. ഞാൻ ഈ വ്യവസായത്തിൽ തൃപ്തനാണ്. ഞാൻ ഈ വ്യവസായത്തിൽ സുരക്ഷിതനാണ്. എല്ലാ അർത്ഥത്തിലും, സാമ്പത്തികമായ നേട്ടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ അർത്ഥത്തിലും ഞാൻ ഈ വ്യവസായത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഓരോ കാര്യവും വിജയപ്രദമാക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ലതീഷ് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. COA ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ, കേരള വിഷൻ KCCL ചെയർമാൻ PP സുരേഷ് കുമാർ, KV രാജൻ, പത്മകുമാർ, മനു മധുസൂദനൻ, ഉന്മേഷ്, C സുരേഷ് കുമാർ എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസ് നയിച്ചു. KCCL ഡയറക്ടർ PS സിബി ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. ആലപ്പുഴ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന മെഗാ ക്ലീനിംഗ് ഡ്രൈവിന് സമാപനമായി. ആലപ്പുഴ ബീച്ചിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങളോടെയാണ് കഴിഞ്ഞ 10 ദിവസമായി നടന്നുവന്നിരുന്ന ക്ലീനിംഗ് ഡ്രൈവിന് സമാപനം കുറിച്ചത്. സമാപന സമ്മേളനം ജില്ലാ കളക്ടർ ഷാജി V നായർ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായും നഗരത്തെ മാലിന്യമുക്ത നഗരമാക്കുന്നതിന്റെ ഭാഗമായും ആലപ്പുഴ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ നഗരത്തിലെ 53 വാർഡുകളിലും നടത്തിവന്നിരുന്ന മെഗാ ക്ലീനിംഗ് ഡ്രൈവിന് സമാപനമായി. ജൂൺ 19-ന് ആലപ്പുഴ KSRTC ബസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച മെഗാ ക്ലീനിംഗ് ഡ്രൈവാണ് തുടർച്ചയായ 12 ദിവസത്തെ ശുചീകരണ യജ്ഞത്തിന് ശേഷം ആലപ്പുഴ ബീച്ച് ക്ലീനിങ്ങോടെ സമാപിച്ചത്. ജില്ലാ കളക്ടർ ഷാജി V നായർ ആലപ്പുഴ ബീച്ചിൽ നടത്തിയ ക്ലീനിംഗ് ഡ്രൈവിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്തു. ഒരു നഗരത്തിനെ വിലയിരുത്തുന്നത് തന്നെ അവിടുത്തെ ശുചിത്വത്തിനെ നമ്മൾ നോക്കിക്കണ്ടുകൊണ്ടാണ്. നമ്മുടെ ആലപ്പുഴ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ്. അപ്പൊ ഈ പറഞ്ഞ പ്രദേശങ്ങൾ ശുചിയായി സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് പലരും വ്യക്തിപരമായി വന്നവരുമുണ്ട്. ഈ രാവിലെ തന്നെ 7-7:15 സമയത്ത് തന്നെ എത്തിയതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിന് മുന്നിട്ടിറങ്ങിയ നഗരസഭയെ അഭിനന്ദിക്കുന്നു. ഇത് ഏറ്റവും നന്നായി വിജയകരമായി നമുക്ക് സ്ഥിരമായി നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷയായി. നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AM നൌഫൽ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നഗരസഭ കൌൺസിലർമാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നഗരസഭ ശുചീകരണ തൊഴിലാളികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവരടക്കം മെഗാ ശുചീകരണ ഡ്രൈവിൽ പങ്കെടുത്തു. 53 വാർഡുകളിലുമായി തോടുകൾ, ഓടകൾ, റോഡരികുകൾ,
പൊതുസ്ഥാപനങ്ങൾ, മാർക്കറ്റുകൾ, പൊതു ഇടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. ഇതിലൂടെ മഴക്കാല രോഗങ്ങൾക്ക് തടയിടുക, മാലിന്യമുക്ത നഗരമെന്ന ലക്ഷ്യം കൈവരിക്കുക, പൊതുജനങ്ങളിൽ ശുചിത്വബോധം വളർത്തുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് അധികൃതർ സൂചിപ്പിച്ചു. ഇന്ന് അവസാനിക്കുകയാണ്. നമ്മള് മെഗാ ക്ലീനിങ്, അതായത് 19-ാം തീയതി നമ്മൾ KSRTC ആരംഭിച്ച മെഗാ ക്ലീനിങ് നമ്മൾ 20-ാം തീയതി മുതൽ വാർഡ് തലത്തില് ഒരു ദിവസം 5 വാർഡ് എന്നുള്ള രീതിയിൽ നമ്മൾ നടത്തി. അത് ഇന്നലെ കൊണ്ട് അവസാനിച്ചു. ഇന്ന് നമ്മുടെ മെഗാ ക്ലീനിങ്ങിന്റെ ലാസ്റ്റ് ദിവസമായി ഇന്ന് നമ്മൾ ബ്ലീച്ചും ക്ലീനിങ് ചെയ്ത് ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. ഇതിനകത്ത് പങ്കെടുത്ത എല്ലാ ഉദ്യോഗസ്ഥരെയും, പ്രത്യേകിച്ച് ഹെൽത്ത് വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥരെയും, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയും, അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ട കൗൺസിലർമാർ ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ആലപ്പുഴ നഗരസഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അറിവോടെയാണ് നടത്തിയതെന്ന് മുൻ ധനകാര്യമന്ത്രി കൂടിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലം 1.5 മാസത്തെ UDF ഭരണത്തിൽ നടക്കുന്നത് അനധികൃത ഇടപാടുകൾ മാത്രമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു MV ജയരാജൻ. മിഷൻ 30 ബിസിനസ് മീറ്റുമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ പൽമേര ഗ്രാൻഡ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന മെഗാ ക്ലീനിംഗ് ഡ്രൈവിന് സമാപനമായി. ആലപ്പുഴ ബീച്ചിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങളോടെയാണ് കഴിഞ്ഞ 10 ദിവസമായി നടത്തിവന്നിരുന്ന ക്ലീനിംഗ് ഡ്രൈവിന് സമാപനം കുറിച്ചത്. ജില്ലാ കളക്ടർ ഷാജി V നായർ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.